നമസ്കാരം. നമ്മളിന്ന് ഇ സംവരണം, അതായത് മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർക്കുള്ള സംവരണം, അതിനെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അതെ. ഇതിന്റെ മാനദണ്ഡങ്ങൾ, പിന്നെ എങ്ങനെ അപേക്ഷിക്കാം, ഇതിലൊക്കെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടല്ലോ. തീർച്ചയായും. കാരണം സർക്കാർ ജോലിക്കും അഡ്മിഷനുകൾക്കുമൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയിട്ടുണ്ട്. അതെ അതെ. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ കേന്ദ്ര സർക്കാരിന്റെയും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെയും മാനദണ്ഡങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതാദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. ശരിയാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ EWS സംവരണം എന്ന് വളരെ ലളിതമായിട്ടൊന്ന് പറയാമോ? നമ്മൾ ഈ SC/ST OBC വിഭാഗത്തിലൊന്നും പെടാത്ത ആളുകൾ, അവരിലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു 10% സംവരണം കൊടുക്കുന്ന പരിപാടിയാണിതല്ലേ? ഈ +1 അഡ്മിഷൻ മുതൽ അങ്ങോട്ട്. അതെ, കൃത്യമാണ്. സർക്കാർ ജോലിക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ വ്യത്യാസം വരുന്നത്. കേന്ദ്ര ആവശ്യത്തിനുള്ളതും സംസ്ഥാന ആവശ്യത്തിനുള്ളതും രണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കേന്ദ്രത്തിന്റെ മാനദണ്ഡങ്ങളൊന്ന് നോക്കാം. കുടുംബത്തിന്റെ മൊത്തം വാർഷിക വരുമാനം അത് 8 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. 8 ലക്ഷം. പിന്നെ കൃഷിഭൂമിയാണെങ്കിൽ 5 ഏക്കറിൽ കൂടാൻ പാടില്ല. വീടോ ഫ്ളാറ്റോ അത് 1000 സ്ക്വയർ ഫീറ്റിന് താഴെയായിരിക്കണം. അതെ. പിന്നെ ഹൗസ് പ്ലോട്ടിന്റെ കാര്യത്തിൽ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആണെങ്കിൽ ഒരു 2 സെന്റ് 100 സ്ക്വയർ യാർഡ്സ്, പഞ്ചായത്തിലാണെങ്കിൽ 4 സെന്റിനടുത്ത് 200 സ്ക്വയർ യാർഡ്സ്. ശരിയാണ്. ഇതിലെ പ്രധാന കാര്യം ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും ഒരുമിച്ച് ഓക്കെ ആകണം, അല്ലേ? ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ പറ്റില്ല. എല്ലാം ഒരുമിച്ച് പാലിക്കണം. പിന്നെ കുടുംബം എന്ന് പറയുമ്പോൾ അപേക്ഷകൻ മാത്രമല്ല, അവരുടെ പങ്കാളി, മാതാപിതാക്കൾ, പിന്നെ 18 വയസ്സിൽ താഴെയുള്ള സഹോദരങ്ങൾ, മക്കൾ, ഇവരെല്ലാവരും പെടും. ഓഹോ. വാർഷിക വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ അപേക്ഷിക്കുന്ന കൊല്ലത്തിന് തൊട്ടു മുൻപത്തെ സാമ്പത്തിക വർഷത്തെ മൊത്തം വരുമാനമാണ് കേട്ടോ. അത് പ്രധാനമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഇളവുണ്ട്. ഈ AAY, അതായത് മഞ്ഞ റേഷൻ കാർഡ്, അല്ലെങ്കിൽ PHH, പിങ്ക് കാർഡ്, ഈ മുൻഗണനാ കാർഡുള്ളവർക്ക് ശരി, അവർക്ക് ഈ വരുമാനം, ഭൂമി, വീടിന്റെ വലുപ്പം ഇതിന്റെയൊന്നും കണക്കുകൾ ബാധകമല്ല. അവർക്ക് നേരിട്ട് അപേക്ഷിക്കാം. അത് നല്ലൊരു ഇൻഫർമേഷനാണ്. അപ്പോ കേന്ദ്രത്തിന്റെ കാര്യം ഏതാണ്ട് വ്യക്തമായി. ഇനി നമ്മുടെ സംസ്ഥാനത്തേക്ക്, കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ മാനദണ്ഡങ്ങൾ കുറച്ചുകൂടി കടുപ്പമാണോ? വരുമാനത്തിന്റെ കാര്യത്തിൽ അതെ. കേന്ദ്രത്തിൽ 8 ലക്ഷം പറഞ്ഞെടുത്ത് കേരളത്തിൽ സംസ്ഥാന ആവശ്യങ്ങൾക്കത് 4 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. പകുതിയായി. അതെ. ഭൂമിയുടെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. പഞ്ചായത്തിലാണെങ്കിൽ 2.5 ഏക്കർ വരെയാകാം. പക്ഷേ മുനിസിപ്പാലിറ്റി പരിധിയിൽ 75 സെന്റും കോർപ്പറേഷനിൽ 50 സെന്റുമാണ് മാക്സിമം. ശരി. ഇനി ഹൗസ് പ്ലോട്ട് മാത്രമാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ 20 സെന്റ്, കോർപ്പറേഷനിൽ 15 സെന്റ്. പക്ഷേ പഞ്ചായത്തിൽ ഹൗസ് പ്ലോട്ടിന് അങ്ങനെ സെപ്പറേറ്റ് പരിധിയില്ല. അത് ശ്രദ്ധേയമാണ്. പക്ഷെ പലയിടത്തായി സ്ഥലമുണ്ടെങ്കിലോ? കുറച്ചു പഞ്ചായത്തിൽ, കുറച്ചു മുനിസിപ്പാലിറ്റിയിൽ, അങ്ങനെ വന്നാൽ ഏതു തരം സ്ഥലമായാലും പഞ്ചായത്തിലെ ഉൾപ്പെടെ എല്ലാം കൂടി കൂട്ടുമ്പോൾ മൊത്തം ഭൂസ്വത്ത് 2.5 ഏക്കറിൽ കൂടാൻ പാടില്ല. അതാണ് സംസ്ഥാനത്തെ കണക്ക്. ശരി. അപ്പോ ഈ വ്യത്യാസങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അപേക്ഷിക്കുന്നതിനു മുൻപ്. ഇനി ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ എവിടെയാണ് പോകേണ്ടത്? ആരാണിത് തരുന്നത്? സംസ്ഥാന ആവശ്യത്തിനാണെങ്കിൽ അത് വില്ലേജ് ഓഫീസർ തരും. ഓക്കെ. പക്ഷെ കേന്ദ്ര ആവശ്യത്തിനാണെങ്കിൽ അപേക്ഷ വില്ലേജ് ഓഫീസിൽ കൊടുത്താലും അത് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നത് തഹസിൽദാരാണ്. അപ്പൊ അതോറിറ്റി മാറുന്നുണ്ട്. അതെ. അപേക്ഷ കൊടുക്കുമ്പോൾ എന്തൊക്കെ പേപ്പറാണ് സാധാരണ വേണ്ടത്? ഈ ലിസ്റ്റ് ഒന്ന് പറയാമോ? നമ്മൾ സാധാരണ കൊടുക്കേണ്ടത് ഒരു അപേക്ഷാ ഫോമുണ്ട്, അതിന്റെ കൂടെ റേഷൻ കാർഡിന്റെ കോപ്പി, പിന്നെ SSLC ബുക്കിന്റെ കോപ്പി. അത് ജാതി തെളിയിക്കാൻ, അല്ലേ? അതെ. CBSE ഒക്കെ ആണെങ്കിൽ അച്ഛന്റെ SSLC അല്ലെങ്കിൽ വേറെ ജാതി തെളിയിക്കുന്ന രേഖ. പിന്നെ വരുമാനം തെളിയിക്കാൻ ഒരു സത്യവാങ്മൂലം പോലെ കൊടുക്കാം. അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ്, പെൻഷൻ വാങ്ങുന്നെങ്കിൽ അതിന്റെ ബുക്ക്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, IT റിട്ടേൺ, ഇതിലേതെങ്കിലും. ശരി. പിന്നെ പ്രധാനമായിട്ട് കുടുംബത്തിലുള്ള എല്ലാവരുടെയും പേരിലുള്ള സ്ഥലങ്ങളുടെയെല്ലാം ആ വർഷത്തെ നികുതി അടച്ച റെസീറ്റുകളുടെ കോപ്പിയും വെക്കണം. ഒറിജിനൽ കയ്യിലുണ്ടാവുന്നത് നല്ലതാണ്, വെരിഫിക്കേഷന് വേണ്ടി. ഓക്കെ. അപ്പോ അപേക്ഷയിൽ എന്താവശ്യത്തിനാണെന്ന് വ്യക്തമാക്കണം, അല്ലേ? കേന്ദ്രത്തിനാണോ സംസ്ഥാനത്തിനാണോന്ന്? നിർബന്ധമായും. പിന്നെ ഒരു സാമ്പത്തിക വർഷം കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആ വർഷം മുഴുവൻ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. അഥവാ നമുക്ക് അർഹതയുണ്ട്, പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന് വെച്ചു, അപ്പോ എന്തു ചെയ്യും? അതിനും വഴിയുണ്ട്. നമുക്ക് അപ്പീൽ പോകാം. ആദ്യം തഹസിൽദാർക്ക് അപ്പീൽ കൊടുക്കാം. അവിടെയും ശരിയായില്ലെങ്കിൽ RGOക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷനുമുണ്ട്.
ആ നടപടിക്രമങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. തീർച്ചയായും. അപ്പോ ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഈ കേന്ദ്ര സംസ്ഥാന മാനദണ്ഡങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള രേഖകൾ കരുതുക, പിന്നെ ശരിയായ ഓഫീസിൽ തന്നെ അപേക്ഷ കൊടുക്കുക എന്നതാണ്. അതെ. പുതിയ വിവരങ്ങൾക്കായി hsslive.in ഫോളോ ചെയ്യുക.